ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് സിസ്റ്റം പ്രോഗ്രാം ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇന്റർനെറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത് ട്രയൽ വേർഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു പ്രൊഡക്റ്റ് കീ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് വർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ട്രയൽ വേർഷൻ ഇൻസേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റിന് നമുക്ക് ലൈസൻസ് വേണം. അതിനായിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റ് കീ ഓഫീസ് വേഡിൻ്റെ പ്രൊഡക്റ്റ് കീ നമ്മൾ നെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം ആ പ്രൊഡക്റ്റ് കീ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പ്രൊഡക്റ്റ് കീ ചോദിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് കീ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു വാലിഡ് പ്രൊഡക്റ്റ് കീ കൊടുത്താൽ മാത്രമാണ് ആക്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇൻ്റർനെറ്റ് വഴി തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഫോണിൽ നമുക്ക് ഫോൺ വഴി ആക്ടിവേറ്റ് ചെയ്യാം. കസ്റ്റമർ സർവീസ് സെൻ്ററിലൊക്കെ കോൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ആക്ടിവേഷൻ വിസാർഡ് എടുത്തിട്ട് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക, നമ്മളെവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ടെലിഫോൺ നമ്പർ കൊടുക്കുക, അതിനുശേഷം ആക്ടിവേഷൻ സെൻ്ററിലേക്ക് കൊടുക്കുക. കസ്റ്റമർ ID, നമ്മുടെ ഇൻസ്റ്റലേഷൻ ID ചോദിക്കുക. ഇൻസ്റ്റലേഷൻ ID വെരിഫൈ ചെയ്തതിന് ശേഷം ID കൺഫേം ചെയ്യുക. അങ്ങനെ നമുക്ക് ആ കൺഫർമേഷൻ ചെയ്തിട്ടുള്ള ID ആക്ടിവേഷൻ വിസാർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എൻ്റർ പ്രസ് ചെയ്യാം. ടെലിഫോൺ ആക്ടിവേഷൻ നമുക്ക് ട്രയൽ ആൻഡ് സബ്സ്ക്രിപ്ഷൻ വേർഷനിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേർഷൻ എടുത്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് കീ ഉള്ളത് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം ആക്ടിവേറ്റ് ചെയ്യാം. ഹൗ ഡു ഐ ആക്ടിവേറ്റ് അറ്റ് ലേറ്റർ ടൈം എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ലേറ്റർ ടൈമിൽ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, പ്രൊഡക്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് വിസാർഡ് വഴി നോക്കിയിട്ട് നെറ്റ് വഴിയാണെങ്കിൽ നെറ്റ് വഴി ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് ചെയ്തിട്ടുണ്ടാവുക, ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടണിൽ എടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം നെയിം ഓപ്ഷൻസിലേക്ക് പോവാം. റിസോഴ്സസ് എടുക്കാം. അതിനുശേഷം ക്ലിക്ക് ആക്ടിവേറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹെൽപ്പ് മെനു എടുത്തിട്ട് ആക്ടിവേറ്റ് പ്രൊഡക്റ്റ് എടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദിസ് പ്രൊഡക്റ്റ് ഹാസ് ഓൾറെഡി ബീൻ ആക്ടിവേറ്റഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടും. ട്രയൽ വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ട്രയൽ വേർഷൻ ആവുമ്പോൾ നമ്മളൊരു പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാതെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ട്രയൽ വേർഷൻ എന്ന് പറയുന്നത്. സാധാരണ 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തെ 60 ദിവസമായിരിക്കും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് അനുവാദം ഉണ്ടായിരിക്കുള്ളൂ. 60 ദിവസം കഴിയുമ്പോൾ നമ്മളോട് പറയും ട്രയൽ വേർഷൻ എക്സ്പയർ ആയി, നമ്മൾ ഫുൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യൂ എന്ന് മെസ്സേജ് കാണിക്കും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കീ വെച്ച് വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.